ഒരു വലിയ തറവാട്ടിലെ കാരണവർക്ക് തന്റെ കാര്യസ്ഥനായ അച്യുതൻ നായരെ വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ അച്യുതൻ നായർക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്തെങ്കിലും കാര്യം വളച്ചൊടിച്ചു പറഞ്ഞ് കുളമാക്കുന്നതിൽ പുള്ളി മിടുക്കനാണ്. ഒരിക്കൽ കാരണവർ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ദൂരെയുള്ള ഒരു ബന്ധുവീട്ടിൽ പോയി. പോകുന്നതിന് മുമ്പ് അച്യുതൻ നായരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, "അച്യുതാ, ഞാൻ തിരിച്ചു വരുന്നത് വരെ വീട്ടിൽ വല്ല വിശേഷമുണ്ടെങ്കിൽ അത് ഉടനെ എന്നെ അറിയിക്കണം. പക്ഷേ ഫോണിലൂടെ പറയുമ്പോൾ വെറുതെ എന്നെ പേടിപ്പിക്കരുത്. കാര്യങ്ങൾ പക്വതയോടെ പറയണം." 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്യുതൻ നായർ കാരണവരെ ഫോണിൽ വിളിച്ചു. കാരണവർ: "എന്താ അച്യുതാ വിശേഷം? വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ?" അച്യുതൻ നായർ: "ഓ, വലിയ വിശേഷമൊന്നുമില്ല കാരണവരെ. നമ്മുടെ വീട്ടിലെ പൂച്ച ചത്തുപോയി. അതൊന്ന് പറയാൻ വിളിച്ചതാ." കാരണവർക്ക് സങ്കടമായി. "കഷ്ടം, ആ പാവം പൂച്ച എങ്ങനെയാ ചത്തത്?" അച്യുതൻ നായർ: "അതൊന്നും പറയണ്ട കാരണവരെ. ആന ചവിട്ടിയിട്ടാ പൂച്ച ചത്തത്." ഇത് കേട്ട് കാരണവർ ഞെട്ടിപ്പോയി. "ആനയോ? നമ്മുടെ വീട്ടിലെ ആനയോ?" അച്യുതൻ നായർ: "അതെ അതെ, നമ്മുടെ വീട്ടിലെ ആനയല്ലേ ചത്തത്. ആന ചരിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ പെട്ടതാണ് പൂച്ച." കാരണവർക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. "എൻ്റെ പൊന്നോ, ആന എങ്ങനെയാ ചരിഞ്ഞത്? അതിന് നല്ല ആരോഗ്യമായിരുന്നല്ലോ." അച്യുതൻ നായർ: "ആനയ്ക്കൊരു അസുഖവുമില്ലായിരുന്നു. പക്ഷേ ആനപ്പന്തിയുടെ അടുത്തുള്ള ഗോഡൌണിന് തീ പിടിച്ചപ്പോൾ പേടിച്ചോടിയതാ. അപ്പോ വീണതാണ്." കാരണവർ കരച്ചിലിന്റെ വക്കിലെത്തി. "ഗോഡൌണിന് തീ പിടിച്ചെന്നോ? അതെങ്ങനെ സംഭവിച്ചു?" അച്യുതൻ നായർ: "അത് പിന്നെ നമ്മുടെ തറവാട് വീടിന് തീ പിടിച്ചപ്പോൾ അതിന്റെ കനൽ തെറിച്ചതാ ഗോഡൌണിലേക്ക്." കാരണവർ അലറി വിളിച്ചു, "വീടിന് തീ പിടിച്ചെന്നോ? എടാ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇതാണോ നീ പറഞ്ഞ വലിയ വിശേഷമൊന്നുമില്ലാത്ത കാര്യം?" അച്യുതൻ നായർ ശാന്തനായി പറഞ്ഞു, "കാരണവർ എന്നോട് പറഞ്ഞില്ലേ പേടിപ്പിക്കരുത്, കാര്യങ്ങൾ പക്വതയോടെ പറയണം.